ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റോ ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്. നമ്മൾ മിക്കവാറും പറയുന്നത് പേഴ്സൻ്റെ ഫീലിങ്സ് ആയിരിക്കാം, അവർ നിൽക്കുന്ന സിറ്റുവേഷൻ, അവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇന്നും അവരുടെ ഒരു സിറ്റുവേഷനും കാര്യമൊക്കെ ബേസ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കുറച്ച് പേര് ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരത് കാണുമായിരിക്കും, അവർക്കുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലും നോ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ നല്ല രീതിയിലായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യണം, റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നറിയാനുള്ള ആളുകൾക്കും വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ബേസ് ചെയ്ത് മാത്രമല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ, അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരെക്കൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെ ഉള്ള ഒരു പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങളുടെ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഇവർ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ, ഇവർ നിങ്ങളുടെ കൂടെ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള, നിങ്ങളുടെ കരിയർ വൈസ് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു നിങ്ങളുടെ ഭാവി എന്തുമാത്രം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്ലിയറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം, നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങളുടെ ഒരു കരിയർ ഫിനാൻഷ്യൽ വൈസ് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ എനിക്കിരിക്കുന്ന കാർഡ്സ് ഇപ്പോൾ ഞാൻ പറയുകയാണ്. ടോട്ടലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് അടിപൊളിയായിരിക്കും, സെറ്റായിരിക്കും, നിങ്ങൾക്കെല്ലാം കിട്ടും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഭാഗ്യം വരും. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള എനർജി ഒന്നും കാണുന്നില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഓക്കെ, സോ ഇതിൽ എനിക്കിപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാനുള്ളത്, എനിക്കിപ്പോഴും ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ കാരണം, റീഡിങ് ചെയ്യാൻ കാരണം തന്നെ കുറേ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാനായിട്ടുള്ള റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ട്, ലൈഫിനൊക്കെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പോകണം, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, തിരിച്ച് വരുന്ന സമയത്താണെങ്കിൽ പോലും കരിയർ വൈസ് ആയിക്കോട്ടെ, നിങ്ങളോട്ടുള്ള മാരേജ് ലൈഫ് ആയിക്കോട്ടെ, അതിനെപ്പറ്റിയൊക്കെ വളരെയധികം മെച്യൂർഡായിട്ടും വളരെയധികം നന്നായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ഇങ്ങനെ ഒരു റീഡിങ് എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഫിനാൻഷ്യൽ വെൽത്ത്, അസറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കത് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ചില ആസ്ട്രോളജിയിൽ നമ്മുടെ ഇപ്പം ചിലവരുടെ ജാതക പ്രകാരം ഉണ്ടല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്, ഈ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരുപാട് ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടാവും, ഈ ഒരു പയ്യനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെയുള്ള ആസ്ട്രോളജി പ്രകാരമായിട്ടുള്ള ജാതകത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. സോ എനിക്കിതിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടായ്മ മീൻസ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കല്യാണം കഴിയുമ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യമായിക്കോട്ടെ, നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒത്തൊരുമ കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് രണ്ടാൾക്കാർ തമ്മിൽ ഒന്നിക്കുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസിന് പെട്ടെന്ന് വരുന്നതിനേക്കാളും നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമ, നിങ്ങൾ തമ്മിൽ അവിടെ ഒരുമിച്ച് ചേർന്ന് ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്ത് ലൈഫിനെ പറ്റി നന്നായിട്ട് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൂടെ ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ സക്സസ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, മേ ബി അതൊരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് സെൽഫായിട്ട് ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ, ഒരു കരിയർ ഓക്കെ, ജോബ് ഓക്കെയാണ്, പക്ഷെ ഒരു ജോബിനേക്കാൾ ഉപരി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട്. ഒരു ബിസിനസ് ഞാൻ വളരെയധികം കാണുന്നുണ്ട്. കാരണം ഈ ഒരു എടുത്ത കാർഡ്സിൽ ഞാൻ എടുത്ത് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീം വർക്ക് അല്ലെങ്കിൽ കൊളാബറേഷൻ, അതിൽ നിങ്ങൾക്ക് വളരെയധികം മെച്ചം ഉണ്ടാകും എന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് എടുത്തടിച്ചതുപോലെയല്ല, കാരണം നിങ്ങളിപ്പോൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് മെച്ചുവേർഡ് റിയലൈസ് ചെയ്യുന്ന സ്റ്റേജിലായിരിക്കും ഫ്യൂച്ചറിൽ ഒന്നിക്കുമ്പോൾ. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഈ കൊളാബറേഷൻ ടീം വർക്ക് വഴി നിങ്ങൾക്ക് നല്ലപോലെ കാശ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ, അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്യൂച്ചറിൽ വളരെയധികം ഒത്തൊരുമയുള്ള ആൾക്കാരൊക്കെ ഫിനാൻഷ്യലിൻ്റെ കാര്യം വരുമ്പോൾ
നമുക്കറിയാം നമ്മൾ പല ഫാമിലിയിലും കാണുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, ഈ ഫിനാൻഷ്യൽ ഏജ് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് വരാത്തത്. അതും ഒരു ചെറിയ പ്രശ്നമാണ് ഫാമിലി വൈസ് വരുമ്പോൾ. പക്ഷേ ഇവിടെ ഞാൻ നേരെ മറിച്ച് നിങ്ങൾ തമ്മിലൊരു ഒത്തൊരുമ കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു പോയിന്റ് തന്നെയാണ്. ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഞാനിവിടെ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇപ്പോൾ നിലവിൽ കിട്ടിയ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഫ്യൂച്ചറിൽ വളരെയധികം എന്താ പറയുക, കൊടുക്കൽ വാങ്ങൽ ഒരു ഇക്വാലിറ്റി കാണിക്കും. നിങ്ങൾക്കറിയാം എവിടെ എന്താണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്, എന്താണ് മേടിക്കേണ്ടത്, ദാനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ എന്താണ് കറക്റ്റായിട്ട് ഞാൻ പെരുമാറേണ്ടത് എന്നുള്ള രീതി നിങ്ങൾക്ക് ഒരുപാട് മെച്ചുവേർഡായിട്ട് വരുന്നതായിട്ട്, നിങ്ങളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അതോറിറ്റി പവറിൽ നിൽക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എടുത്തടിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എടുത്ത് കളയരുത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസിസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, അത് കാണുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സംസാരിച്ച് രണ്ടുപേരുടെ അഭിപ്രായം കേട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതങ്ങനെ ചെയ്യും, ഓൾറെഡി പറയാതെ തന്നെ അത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞതാണ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് നിങ്ങളത് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. അത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഓവറോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അബണ്ടൻസ് ആയിക്കോട്ടെ, അതായത് ഇന്ന് കല്യാണം കഴിച്ച് നാളെ കാശ്, മറ്റന്നാൾ കോടീശ്വരൻ, അങ്ങനെയല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് നിങ്ങളായിട്ട് കെട്ടിപ്പൊക്കുന്ന ഒരു സംഭവം, ഒരു സാമ്രാജ്യം ആയിക്കോട്ടെ, വാട്ടെവർ, അതിനെന്ത് വേണേലും നിങ്ങൾക്ക് പറയാം, അങ്ങനെ ഒരു ഒത്തൊരുമ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട്, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കായിട്ട്, ചിലവർക്ക് അവരുടെ ഒരു ഫാമിലി ലൈഫ് എത്തുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന തലമുറയിൽ എങ്ങനെ ഏത് രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തരത്തിൽ നമുക്ക് കാശ് ഉണ്ടാക്കാം എന്ന് അറിയാനുള്ള ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പാർട്ട്ണറെ കൂടെ വെച്ചുകൊണ്ട്, കല്യാണം ജീവിതത്തിലേക്ക് വരുന്ന ഒരാളെ കൂടെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒത്തൊരുമിച്ച് നിന്ന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാർ ഇതിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ കൊളാബറേഷൻ, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമായിട്ട് ഞാനിതിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന നഷ്ടങ്ങളായിക്കോട്ടെ, ലാഭങ്ങളായിക്കോട്ടെ, നിങ്ങളത് ഭയങ്കരമായിട്ട് ഈക്വലൈസ് ചെയ്യുന്നതും നിങ്ങളതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ വളരെ വലിയൊരു പോയിൻ്റാണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രശ്നവും ഡൗട്ട്സും ഫിയേഴ്സും ഒക്കെ കാണുമായിരിക്കും. അത് ഉറപ്പായിട്ട് മനുഷ്യന്മാർക്ക് കാണും. പക്ഷേ നിങ്ങൾ ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്കൊരു ഫിയറോ എന്തെങ്കിലും കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയും അത് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയുന്നതായിട്ടും ഞാനിവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസം വേണമെന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്, ഇന്ന് ചെയ്ത് നാളെ എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്കുള്ള ബൗണ്ടറീസ് കാണും ഉറപ്പായിട്ടും ഒരു ബിസിനസ് ആയിട്ട്. കാരണം നല്ലൊരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ബൗണ്ടറീസ് കാണും. സോ ആ ബൗണ്ടറീസും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കുക. ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്കായിരിക്കില്ല. ഒരാൾ വിഷമത്തിലാണെങ്കിൽ മറ്റൊരാൾ കൂടുതൽ സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. സോ ഓവറോൾ നിങ്ങളൊരു കരിയർ ഫ്യൂച്ചറിലേക്ക് ഫിനാൻഷ്യലി വളരെയധികം നല്ലൊരു കാര്യമാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, ഞാനതാണ് പറഞ്ഞ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള എനർജിയിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ, അതായത് എന്താ പറയുക, പേഴ്സൻ്റെ ഫീലിങ്സ് അയാൾക്ക് എന്നോട് ഇഷ്ടമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ അറിയുന്നത്. അതിനേക്കാൾ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എന്തായാലും ജീവിക്കാൻ നമുക്ക് കാശ് തന്നെ വേണം. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു ലൈഫിൽ. സോ അതും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് ഉള്ള രീതിയിലാണ് ഞാൻ ഒരു റീഡിങ് എടുത്തത്. സോ എനിക്കതങ്ങനെ എടുക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് എന്തുമാത്രം ഗുണം ചെയ്യും എന്ന് എനിക്കറിയില്ല. സോ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കിതെങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതെടുത്തത്. അപ്പോൾ നമുക്ക് എന്താണ് ഏഞ്ചൽ മെസ്സേജ് എന്ന് നോക്കാം. ഓക്കെ, ഒരു കാർഡ് താഴെ പോകും കേട്ടോ, എനിക്ക് കാർഡ് താഴെ പോകുന്നു. ഓക്കെ, താഴെ പോയ കാർഡ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഒരാൾ ഭയന്നാലും മറ്റേ ആൾ കൂടെ നിൽക്കുമെന്ന് അത്രയും കോൺഫിഡൻസ് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഓൾറെഡി കുറച്ച് പ്ലാൻസിലൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പോകണമെന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പറ്റിയ ഒരു സൈനാണ് കാണിച്ചേക്കുന്നത്. നിങ്ങളൊന്നുകൊണ്ട് ടെൻഷൻ ആകണ്ട, എല്ലാ കാര്യവും വളരെയധികം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ,
വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഇതിലും എനിക്ക് അതാണ് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഓൾറെഡി മാരേജ് കഴിഞ്ഞ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയുള്ളവരാണെങ്കിൽ ഡൗട്ടും കാര്യമൊന്നും മനസ്സിൽ വെക്കേണ്ട. ഒരു കംഫോർട്ട് സോണൊക്കെ വിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്താ അബണ്ടൻസോ ഇത് കൂടുതൽ എന്താ വേണ്ട, ഇത് കൂടുതൽ എന്താ വേണ്ട അല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ നിങ്ങൾക്കുള്ള കാശ് കിട്ടത്തുള്ളൂ. കൂടെ നിൽക്കാൻ ഒരാളും കൂടെ ഉണ്ട്. ഓക്കെ, കൂടെ ഇതിപ്പോൾ വീട് കാണുന്ന ഒരാളാണോ കുറച്ച് കംഫോർട്ട് സോളായിട്ട് പേടിച്ച് നിൽക്കുന്നതെന്ന് അറിയത്തില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണോ ധൈര്യമാണെന്ന് അറിയത്തില്ല, മേ ബി അത് റിവേഴ്സായിട്ട് വരാം. സോ ആരുടെ കൂടെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ യൂണിവേഴ്സായിട്ട് തരുന്ന മെസ്സേജാണ്, അത് നന്നായിട്ട് എടുക്കാൻ നിങ്ങളുടെ മൈൻഡിൽ. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ.